ഹായ്, നമുക്ക് ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിൽ നീറ്റ് കോച്ചിങ്ങിനായിട്ട് 3-4 ബാച്ചുകളുണ്ട് അല്ലേ? അതിൽ ഒരു ബാച്ചാണ് സൂപ്പർ ബാച്ച്. ഇനി നമുക്ക് ഈ സൂപ്പർ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? അതെന്താണെന്ന് അറിയണ്ടേ? അത് ആർക്കാണ് ആപ്റ്റ് ചെയ്യുക എന്ന് അറിയണ്ടേ നമുക്ക്? അതായത് സൂപ്പർ ബാച്ച് എന്ന് വെച്ചാൽ ഒരു 100 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു റിവിഷൻ, ആ ടൈമിൽ റിവിഷൻ 100 ഡേയ്സ് റിവിഷൻ ക്ലാസ്സസ് മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊഡ്യൂൾ എക്സാംസ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സാംസിന് വേണ്ടിയിട്ടാണ്. അതായത് കൂടുതൽ എക്സാംസും കൂടുതൽ ക്വസ്റ്റ്യൻസും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ബാച്ച് ഉള്ളത്. ഇത് കോൺസെപ്ച്വൽ വൈസ് നന്നായി തറോ ആയിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ചൊരു ടച്ചപ്പ് മാത്രം വേണ്ട കുട്ടികൾക്ക് വേണ്ടി ആപ്റ്റ് ആയിരിക്കുന്ന ബാച്ചാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 8:30 മുതൽ 5 മണി വരെ എല്ലാ ബാച്ചിനും പോലെയുള്ള 8:30 മുതൽ 5 മണി വരെ എല്ലാ ദിവസവും 100 ദിവസം ക്ലാസ്സസ് തുടർച്ചയായിട്ടുണ്ടാവും. എല്ലാ സബ്ജക്ട്സും ക്ലാസ്സസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ 100 ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഒരു നവംബറോട് കൂടെ തന്നെ നമുക്ക് മൊഡ്യൂൾ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. മൊഡ്യൂൾ ടെസ്റ്റ് എന്ന് വെച്ചാൽ 8 ചാപ്റ്റേഴ്സ്, ഒരു എക്സാമിൽ 8 ചാപ്റ്റേഴ്സ്, 7 ഔട്ട് ഓഫ് 720 ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ 720 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ എക്സാംസും ഉണ്ടാവുക ടൈം 2 to 5:20 തന്നെയായിരിക്കും. പിന്നെ ഓരോ എക്സാംസിൻ്റെ ഇടയ്ക്കും സ്റ്റഡി ലീവായിട്ട് 2 ദിവസവും ഉണ്ടാവും. നവംബർ മുതലായിരിക്കും, ഏകദേശം നവംബർ മുതൽ ഈ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ഈ എക്സാംസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റിവിഷൻ എക്സാംസ് ആയിരിക്കും. അത് ഏകദേശം ഒരു ജാനുവരി ആകുമ്പോഴത്തേക്ക് തീരുകയും ജാനുവരി മുതൽ എല്ലാ ബാച്ചുകളും കൂടെ ചേർന്ന് എല്ലാ ബാച്ചുകളുടെ കൂടെയും ഉള്ള ഒരു വലിയ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ആ എക്സാമിൽ ഫുൾ ടോപ്പിക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് ആപ്റ്റ് ചെയ്യുന്ന കുട്ടികളാരാ? ആപ്റ്റ് ചെയ്യുന്ന കുട്ടികളെന്ന് വെച്ചാൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റ്സും ആ കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികൾ. തിയറി വൈസ് ഒരു ടച്ചപ്പ് മാത്രം ആവശ്യമുള്ള കുട്ടികൾക്കാണ് ഈ ബാച്ച് ആപ്റ്റ് ആവുക. ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ ബാച്ചിൻ്റെ പ്രത്യേകതകൾ. ഇനി ഈ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമില്ലേ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ JPS നേരിട്ട് ബന്ധപ്പെടുക.